മനുഷ്യന്റെ ജീവന് വേണ്ടി സ്വജീവിതം സമർപ്പിച്ചവനാണ്. ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നമ്മിലേക്ക് എത്തുന്നത്. അങ്ങനെ നാം ഈശോയോട് ഒന്നായിത്തീരുകയും ഈശോ നമ്മിൽ വാസമുറപ്പിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയുടെ തിരുമുൻപിലായിരിക്കുന്ന ഈ നിമിഷം നമ്മെ തന്നെ ശാന്തമാക്കാം. ഈ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി ഈശോയുടെ ഹൃദയമെടുപ്പ് കേൾക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ അരുളി ചെയ്യുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനെല്ലാം വസിക്കും. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അൽത്താരയിലെ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നീ യോഗ്യനായതുകൊണ്ടല്ല, മറിച്ച് നിനക്കെന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്റെ അപ്പമായി മാറുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികൾ കാരണം മടുപ്പും നിരാശയും തോന്നുമ്പോൾ ആത്മാവിനെ ബലപ്പെടുത്തുന്ന മന്നയാണിത്. ഏലിയാ പ്രവാചകൻ മരുഭൂമിയിൽ തളർന്നിരുന്നപ്പോൾ ദൈവം അപ്പം നൽകി ശക്തിപ്പെടുത്തിയതുപോലെ ലോകമാകുന്ന മരുഭൂമിയിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ആത്മാവിന് കരുത്തു പകരുന്ന ഭക്ഷണമാണിത്. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുമുമ്പിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. ഹൃദയസ്പർശിയായ ചില ധ്യാന ചിന്തകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്ന നിമിഷമാണിത്. ഒന്നാമത്തെ ധ്യാന ചിന്ത, മരുഭൂമിയിലെ കരുതലായ ദൈവം. നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു മരുഭൂമി യാത്ര പോലെയാണ്. ഒറ്റപ്പെടലുകളും നിരാശയും വറ്റിവരേണ്ട അനുഭവങ്ങളും നമ്മെ തളർത്തുമ്പോൾ നാം ചോദിച്ചു പോകും, ദൈവമെന്നെ മറന്നുവോ? എന്നാൽ അന്ന് ഇസ്രായേൽ ജനത്തിന് മന്ന പൊഴിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. അന്ന് അവർക്ക് ആവശ്യമായത് കൃത്യസമയത്ത് നൽകിയതുപോലെ നമ്മുടെ കണ്ണുനീരും കഷ്ടപ്പാടും അറിയുന്ന ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മെ കാത്തിരിക്കുകയാണ്. അവിടുന്ന് തരുന്ന ആശ്വാസം വെറുമൊരു ദിവ്യ അത്ഭുതമല്ല, മറിച്ച് മകനെ മകളെ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന സ്നേഹത്തിൻ്റെ അടയാളമാണ്. രണ്ടാമത്തെ ധ്യാന ചിന്ത, മുറിക്കപ്പെട്ട അപ്പം. മന്ന സ്വർഗത്തു നിന്നും പെയ്തിറങ്ങിയപ്പോൾ ഈശോ സ്വർഗത്തു നിന്നിറങ്ങി മുക്കായി മുറിക്കപ്പെട്ട അപ്പമായി മാറി. സ്നേഹത്തിൻ്റെ പരകോടിയിൽ തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി നൽകിയ നാഥൻ നമ്മോട് പറയുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ നിങ്ങളെ പട്ടിണിക്കിടാൻ എനിക്ക് സാധിക്കുകയില്ല. നാം അയോഗ്യരാണെന്ന് കരുതി മാറി നിൽക്കുമ്പോഴും നമ്മുടെ ഹൃദയമാകുന്ന വാതിലിൽ ഈ സ്വർഗീയ മന്ന മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമത്തെ ധ്യാന ചിന്ത, ഓരോ ദിവസത്തേക്കും ആവശ്യമായ കൃപ. ഇസ്രായേൽ ജനത്തിന് മന്ന ലഭിച്ചത് ഓരോ ദിവസത്തേക്കും വേണ്ട അളവിലായിരുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് അവർ ആകുലപ്പെടേണ്ടതില്ലായിരുന്നു. ഈ ദിവ്യകാരുണ്യനാഥനും നമ്മോട് പറയുന്നത് അതുതന്നെയാണ്. നാളെക്കുറിച്ചുള്ള ഭാരങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുക. ഇന്നീ നിമിഷം നിന്നെ താങ്ങാൻ ആവശ്യമായ ശക്തി അവിടുന്ന്
ഈ വിശുദ്ധ കൂദാശയിലൂടെ നൽകുന്നു. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ വിട്ട് ഈ സ്വർഗീയ അപ്പത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. നാലാമത്തെ ധ്യാന ചിന്ത, പങ്കുവെക്കലിൻ്റെ സ്നേഹം. മന്ന ഒരു വ്യക്തിക്ക് മാത്രമുള്ളതല്ലായിരുന്നു, ഒരു ജനതയ്ക്ക് മുഴുവൻ വേണ്ടിയുള്ളതായിരുന്നു. ഈ ദിവ്യകാരുണ്യം ഭക്ഷിക്കുന്ന നമ്മളും മറ്റൊരു മന്നയായി മാറാൻ വിളിക്കപ്പെട്ടവരാണ്. വിശക്കുന്നവന് ഭക്ഷണമായും കരയുന്നവന് ആശ്വാസമായും തളർന്നവന് താങ്ങായും നാം മാറുമ്പോഴാണ് നമ്മുടെ ദിവ്യകാരുണ്യ ആരാധന പൂർണ്ണമാകുന്നത്. ഈശോ നമ്മോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് ജീവന്റെ അപ്പമായതുപോലെ നീ നിന്റെ സഹോദരന് പ്രത്യാശയുടെ അപ്പമാകാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥ, എൻ്റെ ജീവിതത്തിലെ വരൾച്ചകളിൽ അവിടുന്ന് പൊഴിയുന്ന മന്നയാകണമേ. ലോകം തരുന്ന സന്തോഷങ്ങൾ എന്നെ തൃപ്തനാക്കാത്തപ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മന്ന കൊണ്ട് എൻ്റെ ആത്മാവിനെ നിറയ്ക്കണമേ. അങ്ങേ ഉൾക്കൊള്ളുന്ന ഞാൻ മറ്റുള്ളവർക്ക് സ്നേഹവും കരുണയും പകർന്നു നൽകുന്ന അപ്പമായി മാറാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആരാധന 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 ആരാധന. ദീപമേകി ധൂപമേകി പുഷ്പമേകി ആരാധന. ദീപമേകി ധൂപമേകി പുഷ്പമേകി ആരാധന. ആദോരാമോസ്തേ ദോമിനേ ആദോ